റഹ്മത്തായിട്ടല്ലാതെ അങ്ങയെ ഞാൻ നിയോഗിച്ചിട്ടില്ല നബിയേ എന്ന് ജല്ലജലാലായ റബ്ബ് പരിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ. അവിടെ എന്താ പറഞ്ഞ? റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിനാകം റഹ്മത്ത്. അല്ലാഹുവിനെ പറ്റി പറഞ്ഞതെന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത് റബ്ബുൽ ആലമീൻ എന്നാണ്, ലോകത്തിന്റെ മുഴുവൻ റബ്ബ് എന്ന്. അതേ റബ്ബ് തന്റെ ഹബീബിനെ പറ്റി പറയുന്നു റഹ്മത്തുൽ ലിൽ ആലമീൻ. ആലമീന് മുഴുവൻ റഹ്മത്ത്. ഏത് ആലമീനാണോ അല്ലാഹു റബ്ബാകുന്നത്, ആ ആലമീന് മുഴുവൻ റഹ്മത്താണ് തന്റെ ഹബീബെന്ന് അല്ലാഹു തആല പറയുമ്പോൾ എന്താണ് ആലെന്ന് പറഞ്ഞാൽ? മാസിവൽ ബാരി തആല, പ്രപഞ്ചം എന്ന് പറഞ്ഞ അല്ലാഹു അല്ലാത്ത സകലതും പ്രപഞ്ചമാണ്. അല്ലാഹു അല്ലാത്ത സകലതും പ്രപഞ്ചമാണ്. ആ പ്രപഞ്ചത്തിന്റെ റബ്ബാണ് അല്ലാഹുവെങ്കിൽ ആ പ്രപഞ്ചത്തിന്റെ ആകമാനം റഹ്മത്താണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പോ ആ ഒറ്റ വാക്കിൽ തന്നെ പരിധിയും പരിമിതിയും ഇല്ലാത്ത മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാത്മ്യം നിറഞ്ഞു കിടക്കുകയാണ്. ആ ഹബീബിന്റെ ഉമ്മത്തിങ്ങളിൽ പെടാൻ നമുക്ക് കഴിഞ്ഞത് എത്ര വലിയ ഭാഗ്യമാണ്. മനസ്സറിഞ്ഞ് എല്ലാവരും ഒന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറ. എല്ലാവരും പറഞ്ഞേ, ഉഷാറായി പറ. എല്ലാരും ഉഷാറായി പറ. ആ മുത്തിന്റെ അനുയായികളിൽ പെടാൻ കഴിഞ്ഞതിനേക്കാളും വലിയൊരു നിഅമത്ത് അല്ലാഹു നമുക്ക് നൽകിയിട്ടേ ഇല്ല. ഇത് ഖുർആൻ പറഞ്ഞതാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മേൽ അല്ലാഹു മന്ന ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അൻനിഅമത്തുൽ അദീമത്തുൽ ജസീമ. മുഫസ്സിരീങ്ങൾ ലഖദ് മന്നല്ലാഹ് എന്നുള്ളതിനെ രേഖപ്പെടുത്തിയ വ്യാഖ്യാനം ഇമാം മുഫസ്സിരീങ്ങളുടെ മഹാരാജാവ് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തങ്ങളടക്കമുള്ള മഹാന്മാർ ലഖദ് മന്നല്ലാഹ് എന്നുള്ളതിന് തഫ്സീർ എഴുതിയത് അൻനിഅമത്തുൽ അദീമത്തുൽ ജസീമ, പരമോന്നതവും പരമോത്കൃഷ്ടവും സമ്പൂർണ്ണ സമഗ്രവുമായ നിഅമത്താണ് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. എപ്പോഴറിയോ? നമുക്ക് കണ്ണു തന്നപ്പോഴല്ല, നമുക്ക് മക്കളെ തന്നപ്പോഴല്ല, നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണപ്പോഴുമല്ല. പിന്നെയോ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും, അവരിൽ നിന്ന് അവരിലേക്ക് തന്നെ അല്ലാഹു തആല ഹബീബായിട്ട് ഒരു പ്രവാചകനെ നിയോഗിച്ചപ്പോൾ അതാണ് മുഅ്മിനീങ്ങൾക്ക് റബ്ബ് തആല നൽകിയ അപരിമേയമായ അനുഗ്രഹം എന്ന് പരിശുദ്ധമായ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ. അതുകൊണ്ട് ആ ഹബീബിനെ നമ്മുടെ ഖൽബ് മുഴുവൻ ആ ഹബീബിലേക്ക് ഒന്ന് കേന്ദ്രീകരിക്കണം. അല്ലാഹുവേ, ആ ഹബീബ് ഇഷ്ടപ്പെടുന്ന ഗണത്തിൽ ഞങ്ങളെയും നീ പെടുത്തണേ അല്ലാഹ്. ആ ഹബീബ് ഇഷ്ടപ്പെടുന്ന ഗണത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും പെടുത്തണേ അല്ലാഹ്. ആ ഹബീബിന്റെ അവഗണന ഏറ്റുവാങ്ങേണ്ടി വരുന്ന അധമന്മാരിൽ പെടാതെ ഞങ്ങളെ കാക്കണേ അല്ലാഹ്.